ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പുതിയ വാഹനം മേടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് വാഹനം എടുക്കണം. അതായത് പൊതുവേ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു വാഹനം എടുക്കണം. കാരണം വലിയ വാഹനം എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാം. നമുക്ക് കുറച്ച് ബോഷ് അല്ലെങ്കിൽ കുറച്ചൊരു എന്നാ പറയുന്നത്, 4 പേര് കാണുന്ന സമയത്ത് അടിപൊളി വാഹനം അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു വാഹനം എന്നൊക്കെ പലരും പറയുന്ന കേൾക്കാൻ സാധിക്കും. പക്ഷേ എത്ര പേര് ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ആവശ്യം എന്താണെന്ന്? അതായത് നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് എന്ത് പർപ്പസിനാണ് നമ്മളൊരു വാഹനം എടുക്കുന്നത്, എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നമ്മളൊരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പർപ്പസിനാണ് നമ്മളൊരു വാഹനം എടുക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അതായത് ഇപ്പം ഞാനൊരു ഡെയിലി റണ്ണറാണെന്ന് വെച്ചോളൂ. അതായത് എനിക്ക് ഡെയിലി ഇവിടുന്ന് വീട്ടിൽ നിന്നും കമ്പനിയിലോട്ട് പോകണം, കമ്പനിയിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരണം. ഇതാണ് എൻ്റെ മെയിൻ ആവശ്യം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഇന്നോവ ക്രിസ്റ്റയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് മാത്രം ഓടിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഏകദേശം ഒരു 6 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു വാഹനം മേടിച്ചിടുന്ന നഷ്ടമാണ്. വേറൊന്നും കൊണ്ടല്ല, കാരണം അതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ്, പാർക്കിംഗ് സ്ഥലം കൂടുതലാണ്, വാഷിങ്ങും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന, ചെറിയ ദൂരം മാത്രം നമ്മൾ ഓടുന്നുള്ളെങ്കിൽ എപ്പോഴും ഒരു കോമ്പാക്റ്റ് വാഹനം മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കോമ്പാക്റ്റ് വാഹനം ഞാൻ ഉദ്ദേശിച്ച് ചെറിയ വാഹനം ഏതാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു വാഹനം മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ EV എടുക്കുന്നതല്ലേ നല്ല? EV ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഫ്യൂൽ എക്സ്പെൻസും വരുന്നില്ല, ഡെയിലി ചാർജിങ്ങിൻ്റെ ഇത് മാത്രമല്ലേ വരത്തുള്ളൂ. EVയും സത്യം പറഞ്ഞാൽ അവിടെ നഷ്ടമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഏകദേശം ഒരു 6 കിലോമീറ്ററാണ് ഒരു ദിവസം യാത്ര. 6 12 കിലോമീറ്റർ ഓടാൻ വേണ്ടി ഒരു EV എടുത്തിട്ട് കഴിഞ്ഞാൽ അതും നഷ്ടക്കളിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും നല്ല മൈലേജ് കിട്ടുന്ന വാഹനം ഏതാണെന്ന് ഞാൻ മാർക്കറ്റിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ ഏതാണ് ഏറ്റവും നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഉള്ളൊരു വാഹനം. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാനാണെങ്കിൽ തന്നെ സെലീറിയോ തന്നെ നമുക്ക് നോക്കാം. സെലീറിയോ വരുന്ന സമയത്ത് ഏകദേശം 27 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. 27 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു 6 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മൈലേജ് കിട്ടത്തില്ല. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 കിലോമീറ്റർ ആ വാഹനത്തിന് മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വാഹനം ഓടിക്കേണ്ട രീതിയും കൂടെ അതിനകത്ത് വിഷയമാണ്. കാരണം ഞാനിപ്പോൾ ഡെയിലി ഓടുന്ന 6 കിലോമീറ്റർ ആണെങ്കിൽ അതിൽ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഈ വാഹനത്തിൻ്റെ മൈലേജ് അങ്ങനെ ഔട്ട്പുട്ട് കിട്ടത്തില്ല. കാരണം ഈ വാഹനത്തിൻ്റെ എഞ്ചിനൊക്കെ ചൂടായി വരുന്ന ഒരു താമസവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സിറ്റി ഡ്രൈവ്സിൽ കൂടെയൊക്കെയാണ് ഞാൻ പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് കിട്ടത്തില്ല. ഏകദേശം എനിക്ക് അതിനൊരു 18-19 മൈലേജ് മാത്രം മനസ്സിൽ പ്രതീക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് അവിടെ ലാഭമാണ്. അതേ സ്ഥാനത്ത് ഒരു 2500 cc അല്ലെങ്കിൽ 2600 cc വാഹനം എടുക്കുന്നതിൽ കഴിഞ്ഞ് നല്ലത് ഒരു 1000 cc വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡെയിലി യൂസിനും എനിക്ക് പറ്റും. അത്യാവശ്യം ലോങ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലും അവിടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പുതിയൊരു വാഹനം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്നും കൂടെ ഒന്ന് വിലയിരുത്തുക. അല്ലാതെ ജസ്റ്റ് നമ്മളൊരു വലിയ വാഹനം കണ്ടോ ഇഷ്ടപ്പെട്ട് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ചെറിയ ഡ്രൈവ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സിറ്റി ഡ്രൈവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലും പാർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് കഴിവതും നിങ്ങളൊരു വാഹനം എടുക്കുന്ന സമയത്ത് എപ്പോഴും പ്ലാൻ ചെയ്ത് വാഹനം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.